ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. നമ്മൾ മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒരു വിഭവമാണ് കപ്പക്കിഴങ്ങ് കൊണ്ടുള്ള പലയിനം ഭക്ഷണങ്ങൾ. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇമ്പോളം നമ്മൾ കപ്പ കൊണ്ടുള്ള പലയിനം, അത് നമ്മൾ കപ്പയും മീനുമായിക്കോട്ടെ, കപ്പയും ഇറച്ചിയുമായിക്കോട്ടെ, ഇങ്ങനെ കപ്പ പുഴുങ്ങിയിട്ടോ കപ്പ ഇളക്കി കറികളായിട്ടോ നമ്മൾ ഉപയോഗിക്കുന്നുമുണ്ട്. മുൻപ് കാലത്ത് ഇത് പാവങ്ങളുടെ ഭക്ഷണമായിട്ടാണ് അറിയപ്പെടുന്നത് എങ്കിൽ ഇപ്പോൾ നമ്മുടെ 5 സ്റ്റാർ ഹോട്ടലുകളിൽ പോലും ഒരു പ്രധാന വിഭവമായിട്ട് കപ്പ വിളമ്പുന്നുണ്ട്. ഏത് ഫുഡ് മെനു എടുത്തിരുന്നാലും കപ്പക്കിഴങ്ങിൻ്റെ ഒരു കറി അതിനകത്തൊരു മെയിൻ ഫുഡായിട്ട് ഇന്ന് വരുന്നുമുണ്ട്. പലരും പറയുന്നത് കേൾക്കാറുണ്ട്, അരിയാഹാരത്തിന് മുൻപ് നമ്മൾ മലയാളികളുടെ യഥാർത്ഥ ഭക്ഷണം എന്ന് പറയുന്നത് കപ്പയാണ് എന്ന്. എന്നാൽ അത് ശരിയല്ല. യഥാർത്ഥത്തിൽ ഈ കപ്പക്കിഴങ്ങ് ഉത്ഭവിച്ചതും അത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നതും ബ്രസീലിലായിരുന്നു. ബ്രസീലിൽ നിന്ന് പോർച്ചുഗീസുകാർ, അതായത് പറങ്കികളാണ് ഇത് ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ഇതിൻ്റെ ഒരു രുചിക്കൂട്ട് എത്തിച്ചു തുടങ്ങിയത്. കേരളത്തിലേക്ക് കപ്പക്കിഴങ്ങ് എത്തിയിട്ട് 140 വർഷങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. 1860 തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ ഇളയ അനിയനുണ്ട്, വിശാഖം തിരുനാൾ ബാലരാമവർമ്മ. അദ്ദേഹത്തിന് കൃഷികൾ വളരെ താല്പര്യമായിരുന്നു. അദ്ദേഹം ബ്രസീലിൽ നിന്നും മുന്തിയ ഇനം കപ്പയുടെ തണ്ട് ഇറക്കുമതി ചെയ്ത് കേരളത്തിൽ തിരുവിതാംകൂറിൽ അത് കൃഷി ചെയ്ത് അദ്ദേഹം ഇത് കഴിക്കുകയും ഇതിൻ്റെ രുചിയെപ്പറ്റി പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇതിനുശേഷം ഏകദേശം 2ാം ലോക മഹായുദ്ധകാലത്ത് ഭക്ഷ്യക്ഷാമം ഉണ്ടായപ്പോഴാണ് ഈ കപ്പ കൃഷി പ്രത്യേകിച്ച് കേരളത്തിലും നോർത്ത് കേരളത്തിലും ഇത് വ്യാപകമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയതും ഇതിൻ്റെ രുചിക്കൂട്ട് പലർക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങിയതും. ഏകദേശം 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞ സമയത്ത് നമ്മുടെ കേരളത്തിലുള്ള റേഷൻ കടകളിലൂടെ കപ്പക്കിഴങ്ങ് വിതരണം ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്നു മുതൽ തന്നെ നമ്മുടെ മലയാളികളുടെ ഒരു സ്റ്റേപ്പിൾ ഫുഡായിട്ട് നമ്മൾ കപ്പയെ കരുതിപ്പോരുന്നുമുണ്ട്. ഇനി കപ്പക്കിഴങ്ങിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാം വിശദീകരിക്കാം. ഏത് പ്രായത്തിലുള്ളവർക്കും വളരെ രുചികരമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണ്. മണ്ണിനടിയിൽ വിളയുന്നതായതുകൊണ്ട് തന്നെ ഒരു സ്റ്റോർഡ് കാർബോഹൈഡ്രേറ്റ് എന്ന് നമുക്കിതിനെ വിളിക്കാൻ സാധിക്കും. അതായത് നിറച്ച് കാർബോഹൈഡ്രേറ്റ്, അന്നജവും ഫൈബറും അടങ്ങിയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് നമ്മൾ ഈ കപ്പക്കിഴങ്ങ് എന്ന് പറയുന്നത്. ഇതിനകത്ത് സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം എന്നിവയാണ് ഏറ്റവും കൂടുതൽ അളവിൽ അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ പോലും ഇവ നൽകാനും സാധിക്കും. ഇവ കൊണ്ടുള്ള ഗുണം നമുക്ക് വളരെ പെട്ടെന്ന് വയറ് നിറഞ്ഞ ഒരു ഫീൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു. ഒരു നേരത്തെ ഫുഡായിട്ട് സമൃദ്ധിയായിട്ട് കഴിക്കാം. ഇതിനകത്ത് നിറച്ച് ഫൈബറുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ, കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് നമുക്ക് കപ്പക്കിഴങ്ങ് കഴിക്കുന്നത് നല്ലത് തന്നെയാണ്. മാത്രമല്ല ഇതിനകത്ത് ഏകദേശം 100 ഗ്രാം കപ്പയ്ക്കകത്ത് ഏകദേശം 130 കാലറി ഊർജ്ജം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന് നമുക്ക് വളരെ പെട്ടെന്ന് ഊർജ്ജ ഉൽപ്പാദനം നടക്കേണ്ട സാഹചര്യങ്ങൾ, അതായത് നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുകയാണ്, ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഒരു കഠിനമായ വ്യായാമത്തിലേക്ക് പോകാൻ പോകുന്നു, അതിന് മുൻപ് നമ്മൾ കപ്പ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വളരെ പെട്ടെന്ന് ഊർജ്ജം ഉണ്ടാകുന്നതിന് കപ്പയ്ക്ക് ഒരു കഴിവുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ കൃഷിപ്പണിയൊക്കെ ചെയ്യത്തില്ലേ, നമ്മൾ പറമ്പിൽ കിളയ്ക്കുന്നവർക്കോ ഇല്ലെങ്കിൽ കൃഷിപ്പണി ചെയ്യുന്നവർക്കോ അതിനിടയ്ക്കുള്ള ഭക്ഷണമായിട്ട് കപ്പ നൽകുന്നത് അവർക്ക് കൂടുതൽ ഊർജ്ജത്തോടു കൂടി വർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. മാത്രമല്ല ഇന്ന് ലോകമെമ്പാടും ഈ കപ്പ ഉണക്കി പൊടിച്ചതിൻ്റെ, അതായത് കപ്പ പൊടി ഉപയോഗിച്ചിട്ടുള്ള പലയിനം വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ സൂപ്പെല്ലാം ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫുഡിന് അതിൻ്റെ ഗ്രേവിക്ക് കട്ടി കൂട്ടണം എന്നുണ്ടെങ്കിൽ, നല്ല കൊഴുത്ത ഒരു കറി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് കൊഴുപ്പ് വർദ്ധിപ്പിക്കുന്നതിന്, അതായത് കട്ടി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കപ്പ പൊടി അതിനകത്ത് ചേർക്കാറുണ്ട്. പലപ്പോഴും കോൺഫ്ലവറിനെല്ലാം പകരമായിട്ട് കപ്പപ്പൊടി ഉപയോഗിച്ച് വരുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഫുഡിനകത്തുള്ള ഗ്ലൈസീമിക് ഇൻഡെക്സിനകത്ത് വ്യത്യാസം വരുത്തുന്നതിന് മാവുകളോടൊപ്പവും കപ്പപ്പൊടി ചേർത്ത് ഉപയോഗിക്കുന്ന ഒരു രീതിയുമുണ്ട്. കപ്പക്കിഴങ്ങ് നമ്മുടെ ശരീരത്തിന് ഏറെ ഉപകാരമാണ് എന്ന് കരുതിയിട്ട് നമ്മളത് ഉപയോഗിക്കുന്ന രീതി, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് അമിതവണ്ണമുള്ള, പ്രമേഹ രോഗം കൂടുതലുള്ള, കൊളസ്ട്രോൾ കൂടുതലുള്ള ഈ ഒരു കാലഘട്ടത്തിൽ കപ്പക്കിഴങ്ങ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതായത് കപ്പ ഏത് രീതിയിൽ കഴിക്കുന്നു എന്ന് അനുസരിച്ചിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കുന്നത്. കപ്പ നമ്മൾ സാധാരണ പുഴുങ്ങിയാണ് നമ്മളിത് കഴിക്കുന്നത്. പുഴുങ്ങുന്ന സമയത്ത് ഈ കപ്പയുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് 70 ഒരു ഭക്ഷണത്തിന്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു ഭക്ഷണം നമ്മുടെ ശരീരത്തിലെത്തി അത് ദഹിച്ച് നമ്മുടെ രക്തത്തിൽ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട്, ഒരു നിശ്ചിത സമയത്തിൽ എത്രത്തോളം ഷുഗർ ലെവല് ഉയർത്താൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ആ ഭക്ഷണത്തിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അരിയുടെ എല്ലാം ഗ്ലൈസീമിക് ഇൻഡെക്സ് ഞാൻ മുൻപ് വിശദീകരിച്ചിട്ടുണ്ട്. 78 മുതൽ 88 വരെയാണ് ഇതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ്. അതുകൊണ്ടാണ് പ്രമേഹ രോഗികൾ അരി കഴിക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. നമ്മൾ കപ്പ പുഴുങ്ങി കഴിക്കുമ്പോൾ അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വാല്യൂ 70. അതായത് താരതമ്യേന ഒരു മോഡറേറ്റ് ലെവലിലുള്ള ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയാം. എന്നാൽ നമ്മൾ ഗുണകരമാണെന്ന് കരുതിയിട്ട് കപ്പ പുട്ടുണ്ടാക്കിയാൽ, അതായത് കപ്പ നമ്മൾ നന്നായിട്ട് കുഴച്ച് വെള്ളത്തിൽ കുഴച്ച് നമ്മൾ കഴിക്കുകയാണെന്നുള്ളത് കപ്പ പുട്ട് അല്ലെങ്കിൽ
അല്ലെങ്കിൽ കപ്പ കൊണ്ടുള്ള മറ്റ് വിഭവങ്ങൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഇതിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ 93 ഉയരാം. അതായത് നമ്മൾ കപ്പ പുഴുങ്ങി കഴിക്കുമ്പോൾ അവയുടെ ഇപ്പോൾ പ്രമേഹ രോഗികൾക്ക് പ്രശ്നമില്ല, കുറവാണ്, പ്രശ്നമില്ല എങ്കിൽ പോലും ഇത് നമ്മൾ പുട്ടുണ്ടാക്കി കഴിക്കുമ്പോഴോ ഇല്ലെങ്കിൽ കപ്പ ബിരിയാണി ഉണ്ടാക്കി കഴിക്കുമ്പോഴോ ഇതിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ വളരെ കൂടുതലാണ്. രക്തത്തിൽ വളരെ പെട്ടെന്ന് ഷുഗർ ലെവൽ ഉയർത്താനും വണ്ണം വയ്ക്കാനുമുള്ള സാധ്യത കപ്പയ്ക്കുണ്ട്. എന്നാൽ നമ്മൾ വളരെ വ്യാപകമായിട്ട് കപ്പപ്പൊടി, അതായത് കപ്പ ഉണക്കി പൊടിച്ചിട്ടുള്ള കപ്പപ്പൊടി, നമ്മൾ മൈദമാവ്, ഗോതമ്പ് മാവ്, അരിപ്പൊടി എന്നൊക്കെ പറയുന്നത് പോലെ കപ്പപ്പൊടിയുണ്ട്, കപ്പമാവ്, ഇതിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് 67 ആണ്. അതായത് നമ്മളിത് ഉണക്കി പൊടിച്ചുപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ അല്പം കുറയുന്നു എന്നർത്ഥം. അതുകൊണ്ടാണ് ഇവ നമ്മൾ മറ്റു ഭക്ഷണങ്ങൾ ചേർത്ത് കഴിക്കുന്നത്. എന്നാൽ ഈ കപ്പമാവിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് 67 എന്ന് പറയുമ്പോൾ മറ്റ് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന മാവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവാണെന്ന് മനസ്സിലാവും. ഉദാഹരണത്തിന് നമ്മുടെ ഗോതമ്പ് പൊടിയിലെ ഗോതമ്പ് മാവിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് 69 ആണ്, അരിമാവിൻ്റെത് 72 ആണ്, മൈദമാവിൻ്റെത് 85 ആണ്. അതുകൊണ്ടാണ് സാധാരണ മറ്റു മാവുകൾ ഉപയോഗിച്ച് ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഈ ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ കപ്പമാവ് അല്പം മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പ്രമേഹ രോഗികൾക്കോ അമിതവണ്ണമുള്ളവർക്കോ കപ്പ പുഴുങ്ങിയിട്ടോ ഇല്ലെങ്കിൽ കപ്പ മാവായിട്ടോ ഉപയോഗിക്കുന്നത് വലിയ പ്രോബ്ലം ഇല്ല എന്ന് പറയാൻ സാധിക്കും. എന്നാൽ പ്രമേഹ രോഗികളും അമിതവണ്ണമുള്ളവരും നമ്മൾ മലയാളികളും ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മൾ മലയാളികൾ കപ്പ സാധാരണ കഴിക്കുന്നത് എങ്ങനെയാണ്? കപ്പ പുഴുങ്ങി ഉടച്ച് നമ്മളൊരു കറിയായിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കുന്നു. ചോറ് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ ഉള്ള ഒരു ഉയർന്ന കാർബോഹൈഡ്രേറ്റ് ആണ്. അതിൻ്റെ കൂടെ നമ്മളൊരു അഡീഷണൽ ഫുഡായിട്ട് നമ്മൾ കറി എന്ന രീതിക്ക് കപ്പ എടുക്കുമ്പോൾ ഇത് ഓൾ ടുഗദർ നമ്മുടെ ഫുഡിൻ്റെ ഈ കാർബോഹൈഡ്രേറ്റ് വാല്യൂ ഭയങ്കരമായിട്ട് ഉയർത്തുകയും നമുക്ക് ഷുഗർ കൂടാനോ അമിതവണ്ണം കൂടാനോ കൊളസ്ട്രോൾ വർദ്ധിക്കാനോ എല്ലാം കാരണമുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് കപ്പ ഇഷ്ടമാണ്, നിങ്ങൾക്ക് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കപ്പ കഴിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ഒരു കറിയായിട്ട് മറ്റു ഫുഡിൻ്റെ, പ്രത്യേകിച്ച് ചോറിൻ്റെ ഒപ്പമോ അരി ആഹാരത്തിൻ്റെ മറ്റു കോമ്പിനേഷൻ്റെ ഒപ്പമോ ഒരു കറിയായിട്ട് നിങ്ങൾ കപ്പ ഒരിക്കലും ഉപയോഗിക്കരുത്. ഇനി കപ്പ കഴിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കപ്പയ്ക്കകത്ത് നമ്മുടെ ശരീരത്തിന് ഗുണകരമല്ലാത്ത, ദോഷം ചെയ്യുന്ന 2-3 കെമിക്കലുകൾ, രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, കപ്പയുടെ തൊലിയോട് ചേർന്നിട്ട് ലിനമാരിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തു അടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തത്, കപ്പയുടെ കോശങ്ങൾക്കകത്ത് ഹൈഡ്രജൻ സയനൈഡ് എന്ന് പറയുന്ന ഒരു രാസവസ്തു അടങ്ങിയിട്ടുണ്ട്. കപ്പയിലെ കോശങ്ങൾ പൊട്ടുന്ന സമയത്ത് അതിനകത്തുള്ള ഹൈഡ്രജൻ സയനൈഡ് പുറത്തേക്ക് വരികയും ഇത് നമ്മുടെ ശരീരത്തിന് ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു. ഇത് കിഴങ്ങിനകത്ത് മാത്രമല്ല, തണ്ടിലും ഇലയിലുമെല്ലാം ഈ കപ്പയ്ക്കകത്ത് ഈ രാസവസ്തു അടങ്ങിയിട്ടുണ്ട്. പലപ്പോഴും പശുവോ അല്ലെങ്കിൽ കാളയോ എല്ലാം കപ്പയുടെ ഇല കഴിച്ചു കഴിഞ്ഞാൽ മയങ്ങി വീഴുകയോ കുഴഞ്ഞു വീഴുകയോ അല്ലെങ്കിൽ കൂടുതൽ കപ്പയില കഴിച്ചു കഴിഞ്ഞാൽ ഇവ ചത്തുപോകുന്നതിന് കാരണം ഇവയ്ക്കകത്ത് അടങ്ങിയിട്ടുള്ള ഈ ഹൈഡ്രജൻ സയനൈഡ് എന്ന രാസവസ്തുവാണ്. നമ്മൾ സാധാരണ കപ്പ നമ്മൾ കഴിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? പുഴുങ്ങിയിട്ടാണ് ഇവ കഴിക്കുന്നത്. നമ്മൾ കപ്പ പുഴുങ്ങുന്ന സമയത്ത് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഈ ഹൈഡ്രജൻ സയനൈഡും ലിനമാരിനും ഇവ വെള്ളത്തിൽ അലിഞ്ഞ് ഹൈഡ്രോസൈനിക് ആസിഡ് എന്ന് പറയുന്ന ഒരു രാസവസ്തുവായിട്ട് മാറുന്നു. ഹൈഡ്രോസൈനിക് ആസിഡ് നമ്മൾ ഊറ്റിക്കളഞ്ഞാൽ അതിനകത്ത് 90% നഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് കപ്പയ്ക്കകത്തുള്ള ഈ കെമിക്കലുകൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്താത്തതും നമുക്ക് അപകടകരമായിട്ട് മാറാത്തതും. കപ്പയ്ക്കകത്തുള്ള ഈ ഹൈഡ്രജൻ സയനൈഡ് ഹൈഡ്രോസൈനിക് ആസിഡായിട്ട് പോകുന്നതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. നമ്മൾ സാധാരണ ഈ കപ്പ വെട്ടി സാധാരണ വെള്ളത്തിൽ കഴുകുമ്പോൾ, സാധാരണ നോർമൽ ടെമ്പറേച്ചർ വെള്ളം എന്ന് പറയുന്നത് ഏകദേശം 27 ഡിഗ്രി ചൂടുള്ള വെള്ളമാണ്. സാധാരണ ഈ വെള്ളത്തിൽ നമ്മൾ കഴുകുമ്പോൾ ഇതിനകത്തുള്ള ഈ ലിനമാരിനും ഈ ഹൈഡ്രജൻ സയനൈഡും ഹൈഡ്രോസൈനിക് ആസിഡായിട്ട് വെള്ളത്തിൽ അലിഞ്ഞ് ഒരു ഭൂരിഭാഗവും നഷ്ടപ്പെടുന്നു. എന്നാൽ വീണ്ടും കുറച്ച് ഘടകങ്ങൾ ഇതിനകത്ത് നിലനിൽക്കും. ഇതിനകത്തുള്ള ഹൈഡ്രജൻ സയനൈഡ് ഭൂരിഭാഗവും നഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം തിളപ്പിച്ച്, നമ്മൾ സാധാരണ അരി നമ്മൾ തിളപ്പിക്കുന്നത് എങ്ങനെയാണ്? വെള്ളം ആദ്യം കലത്തിലെടുത്തിട്ട് ഇത് തിളയ്ക്കുന്നു. തിളച്ചതിന് ശേഷമാണ് നമ്മൾ അരി കഴുകി അതിനകത്തിടുന്നത്. അതേപോലെ വെള്ളം തിളച്ചതിന് ശേഷം നിങ്ങൾ കപ്പ വെട്ടി കഴുകിയത് അതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഈ ബാക്കിയുള്ള ഹൈഡ്രജൻ സയനൈഡും ഈ വെള്ളത്തിനകത്ത് അലിഞ്ഞു പോകും. നമ്മൾ പല വീടുകളിലും നമ്മൾ കപ്പ വെട്ടി കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട്, നമ്മൾ സാധാരണ ടെമ്പറേച്ചറുള്ള വെള്ളത്തിലിട്ട് നമ്മൾ ആദ്യമേ ചൂടാക്കുകയാണ് ചെയ്യുന്നത്. അതിനേക്കാൾ നല്ലത്, അതായത് പഠനങ്ങൾ കണ്ടിട്ടുള്ളത്, ഈ കപ്പയ്ക്കകത്തുള്ള ഹൈഡ്രജൻ സയനൈഡ് പൂർണ്ണമായും നഷ്ടപ്പെടുന്നതിന് 100 ഡിഗ്രിയിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിനകത്തേക്ക് കപ്പ ഇട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇതിനകത്തുള്ള ഹൈഡ്രജൻ സയനൈഡ് ആ വെള്ളത്തിലേക്ക് അലിഞ്ഞ് ഹൈഡ്രോസൈനിക് ആസിഡായിട്ട് പോകും. നമ്മൾ വീണ്ടും ഈ വെള്ളം മുഴുവൻ ഊറ്റിക്കളഞ്ഞതിന് ശേഷം വേണം ഇവ നമ്മുടെ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കാൻ. അത് താരതമ്യേന സേഫാണ്. അതായത് നമ്മൾ വെറും വെള്ളത്തിലിട്ട് ആദ്യം ഇത് ചൂടാക്കാൻ തുടങ്ങുന്നതിനേക്കാൾ 30 ഇരട്ടി വേഗത്തിൽ ഹൈഡ്രജൻ സയനൈഡ് നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക്, അതായത് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ ഈ കപ്പ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് നഷ്ടപ്പെടും. അതുകൊണ്ട് എപ്പോഴും
തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ വേണം കപ്പ ഇട്ട് ഇതിനെ വേവിച്ച് എടുക്കാനായിട്ട്. മാത്രമല്ല കപ്പ കഴിക്കുമ്പോൾ അതിനകത്ത് 1% പോലും ഈ വിഷാംശം ഹൈഡ്രജൻ സയനൈഡ് ഉണ്ടാകാതിരിക്കാൻ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അതായത് കപ്പ നമ്മൾ കഴിക്കുമ്പോൾ അതോടൊപ്പം നമ്മുടെ ശരീരത്തിലേക്ക് ഒരു പ്രോട്ടീൻ കൂടി കഴിക്കാൻ നോക്കുക. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആനിമൽ പ്രോട്ടീൻസ്, ഇപ്പോൾ മുട്ടയോ മീനോ ഇറച്ചിയോ നമ്മൾ കപ്പയോടൊപ്പം ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രോട്ടീനകത്തുള്ള നൈട്രേറ്റുകൾ ഈ ഹൈഡ്രജൻ സയനൈഡിനെ നിർവീര്യമാക്കി ശരീരത്തിൽ നിന്നും നശിപ്പിച്ച് കളയും. ഇങ്ങനെ 100% സേഫായിട്ട് കഴിക്കാം. നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ പലരും ഇന്ന് കഴിക്കുന്നുണ്ട്. അതായത് കപ്പയോടൊപ്പം മുളക് ചമ്മന്തി എല്ലാം കൂട്ടി കഴിക്കുന്ന കണ്ടിട്ടുണ്ട്. ഇങ്ങനെ മുളക് കറിയോ മുളക് ചമ്മന്തിയോ ഒന്നും കപ്പയോടൊപ്പം കഴിച്ചാൽ പോരാ. നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ പയറോ കടലയോ നിങ്ങൾ ഈ കപ്പയോടൊപ്പം ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഈ ഹൈഡ്രജൻ സയനൈഡ് പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുകയുള്ളൂ. നമ്മൾ മലയാളികൾ പണ്ട് മുതലേ കപ്പയോടൊപ്പം മീൻകറിയോ ഇറച്ചിക്കറിയോ അല്ലെങ്കിൽ കപ്പയോടൊപ്പം മുട്ടക്കറിയോ ഒക്കെ ചേർത്താണ് നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ ബാക്കിലുള്ള ഈ ശാസ്ത്ര രഹസ്യം അറിയാതെ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി കപ്പയോടൊപ്പം ഒരു പ്രോട്ടീനും ചേർത്ത് പണ്ട് മുതലേ കഴിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഈ കപ്പയുടെ ഈ സയനൈഡ് എഫക്റ്റ് വലുതായിട്ട് ലഭിക്കത്തില്ല. ഇനി നമ്മുടെ ശരീരത്തിലേക്ക് ഈ ഹൈഡ്രോസൈനിക് ആസിഡ് അല്ലെങ്കിൽ ഹൈഡ്രജൻ സയനൈഡ് എത്തിയാലുള്ള അപകടം എന്തെന്ന് വിശദീകരിക്കാം. നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് ഒരു വലിയ തരത്തിലുള്ള ഒരു വിഷാംശമാണ് നമുക്ക് അതായത് ഒരു ഗോയിട്രോജൻ എന്ന് നമുക്ക് വിളിക്കാം. ഒരു വിഷ എഫക്റ്റ് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് ഉണ്ടാക്കും. പലപ്പോഴും തൈറോയ്ഡ് ഗ്രന്ഥിക്കകത്ത് നോഡ്യൂളുകൾ ഫോം ചെയ്യുന്നതിന്, തൈറോയ്ഡ് മുഴകൾ ഫോം ചെയ്യുന്നതിന്, ഗോയിറ്റർ ഉണ്ടാകുന്നതിന് ഈ ഹൈഡ്രജൻ സയനൈഡ്, ഹൈഡ്രോസൈനിക് ആസിഡ് വലിയ തോതിൽ പങ്കുവഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പൊതുവേ തൈറോയ്ഡ് പ്രശ്നമുള്ളവരോട് കപ്പ കഴിക്കരുതെന്ന് ചില ഡോക്ടർമാർ മുൻപ് പറഞ്ഞിരുന്നത്. അത് തന്നെ നമുക്ക് സേഫായിട്ട് കപ്പ നന്നായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ പാകം ചെയ്ത് ഇതിനകത്ത് നമ്മൾ ആവശ്യത്തിന് പ്രോട്ടീൻ ഫുഡുകളും കൂടി ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കപ്പ സേഫായിട്ട് കഴിക്കാൻ സാധിക്കും. എന്നാൽ ഇന്ന് നമ്മൾ മലയാളികൾ കപ്പ പുഴുങ്ങിയിട്ട് മാത്രമല്ല കഴിക്കുന്നത്, കപ്പ ചിപ്സ്, അതായത് കപ്പ ചിപ്സായിട്ട് അരിഞ്ഞിട്ട് എണ്ണയിൽ വറുത്ത് കഴിക്കുന്നത് വലിയ തോതിൽ നമ്മൾ മലയാളികൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ കപ്പ ചിപ്സിനകത്ത് ഹൈഡ്രജൻ സയനൈഡിന്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. രണ്ടാമത്തത്, കപ്പ ചിപ്സ് കഴിക്കുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് ട്രൈഗ്ലിസറൈഡും LDL-ഉം അതായത് അപകടകാരികളായിട്ടുള്ള കൊളസ്ട്രോളും വർദ്ധിക്കാൻ കാരണമാകും. അതുകൊണ്ട് കപ്പ നിങ്ങൾ കഴിയുന്നത്ര പുഴുങ്ങി മാത്രം കഴിക്കുക. കപ്പ ചിപ്സ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി പോകുന്നത് തന്നെ ആണ് നല്ലത്. കപ്പ കഴിക്കുന്നതിൻ്റെ ഗുണങ്ങളും കപ്പ നമ്മുടെ ശരീരത്തിന് കഴിക്കേണ്ടത് എങ്ങനെയാണെന്നും സേഫായിട്ട് ഉപയോഗിക്കേണ്ട രീതികളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം ഇന്ന് ഏത് പ്രായത്തിലുള്ളവർക്കും കപ്പ കഴിക്കുക എന്ന് പറയുന്നത് ഒരു നൊസ്റ്റാൾജിയ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഈ ഇൻഫർമേഷൻ ഡെഫിനറ്റ്ലി ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.